അങ്ങനെ ഇച്ചിരി പരിചയമുണ്ട്. അവിടെയൊക്കെ പോയി പത്രമെല്ലാം മേടിച്ച് പിണിക്കാരനകത്ത് കെട്ടി ബസ്സിൻ്റെ മുകളിൽ കയറ്റിയിട്ട് മെൻസ് ഹോസ്റ്റലിൽ അവിടെ വന്നിട്ട് ഞാൻ തന്നെ താഴിട്ട് വീട്ടിൽ കൊണ്ടുപോയി രാത്രി മുഴുവൻ അത് കീറി. അപ്പോൾ ഭാര്യ പറയുന്നത് തലയ്ക്ക് വട്ട് കയറി ഉറക്കമില്ല. ഞാൻ കീറി മടക്കി കെട്ടി ഞാൻ കോട്ടയത്ത് വന്നു. ഒരു രാത്രി ഞാൻ സ്വപ്നം കണ്ടു. അമ്മച്ചി നടന്നു വരിക, വണ്ടിക്കൂലിക്ക് കാശില്ല, കോഴി തങ്ങളിൽ കൊത്തുണ്ടാക്കുന്നു. അപ്പോഴേ ഈ പ്രാവശ്യം ഇടുന്ന മുട്ട മുഴുവൻ ഞാൻ നവജീവിന് കൊടുത്തേക്കാവുന്ന നേരത്തെയാണ് കോഴിയുടെ കൊത്തും മാറിപ്പോയി. അതിനെ അമ്മച്ചി കൈപ്പഴ ഭാഗത്തുനിന്ന് 17 മുട്ട തുണിക്കകത്ത് പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടുപോകും. പ്രിയമുള്ളവരെ, ഏകദേശം 35 വർഷം മുമ്പ് 1990 കോട്ടയം മെഡിക്കൽ കോളേജിനടുത്തുള്ള ഒരു ഡി ടൈപ്പ് ക്വാർട്ടേഴ്സ്, അവിടുത്തെ ഏറ്റവും താഴെക്കുള്ള സ്റ്റാഫ് താമസിക്കുന്ന ക്വാർട്ടേഴ്സാണത്. അവിടെ ഞാൻ സന്ദർശിച്ചപ്പോൾ ഒരു കുഞ്ഞൊരു വീടാണ്, ഒരു 2 മുറി മാത്രം, ഒരു വരാന്തയുള്ളൊരു വീട്. ആ വീട്ടിൽ ഒരു അപ്പൻ, അമ്മ, 5 കുട്ടികൾ, ഈ അപ്പൻ്റെ അമ്മ വല്യമ്മ, ഇത്രയും പേര് ഒരുമിച്ച് താമസിക്കുന്ന ഒരു വീടാണത്. അവിടെ ചെന്നപ്പോൾ ഒരു കട്ടിലേ ആ വീട്ടിലുള്ളൂ. ആ കട്ടിലിൽ ഈ അപ്പൻ്റെ മക്കളിൽ 4 പെൺകുട്ടികളും 5ാമതുണ്ടായ ആൺകുട്ടി, ആ കുട്ടി തളർന്നു കിടക്കുകയാണ്. അമ്മയും വല്യമ്മയും ഈ കുട്ടിയാണ് ആ കട്ടിലേ കിടക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം പഞ്ചസാര ചാക്ക് വിരിച്ച് നിലത്ത് കിടക്കുന്ന സിറ്റുവേഷൻ. കട്ടൻ ചായയെ തന്നു, അതിന് മധുരമില്ലായിരുന്നു, മധുരം ഇടാൻ അവിടെ ഇല്ലായിരുന്നു. അതാണ് ആ സിറ്റുവേഷൻ, അവിടുത്തെ സാഹചര്യം അതായിരുന്നു. ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇന്ന് 5000-ഓളം പേർക്ക് നിത്യേന ഭക്ഷണം കൊടുക്കുന്ന, ഇന്നെന്ന് പറഞ്ഞാൽ 35 വർഷമായിട്ട് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. അതാണ് നവജീവൻ തോമസ് ചേട്ടൻ. തോമസ് ചേട്ടനെ ബേത്ലഹേം ടിവിയുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുവാനായിട്ട് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. തോമസ് ചേട്ടനും ഞാനുമായിട്ടുള്ള ബന്ധം 35 വർഷമായിട്ടുള്ളത് കൊണ്ട് തോമസ് ചേട്ടനെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ബേത്ലഹേം ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് തോമസ് ചേട്ടനെ സ്വാഗതം ചെയ്യുകയാണ്. തോമസ് ചേട്ടാ, വെൽക്കം. പഴയ കാര്യങ്ങൾ പറയായിരുന്നു. തോമസേട്ടൻ്റെ പഴയ അന്നത്തെ എൻ്റെ ആ സന്ദർശനവും അതിന് ശേഷം ഞാൻ നവജീവനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയതും. അപ്പം ഞാൻ ആ തോമസേട്ടനെ അവിടെ വരുന്നതിന് മുമ്പ് ആദ്യം അറിയുന്നത്, കോട്ടയത്ത് 3 വ്യക്തികൾ അവിടെ നമ്മൾ വഴിയിൽ നിന്ന് പിടിച്ച് അഭയഭവനിക്ക് ഉണ്ടാക്കിയത് ഓർമ്മയുണ്ടോ? ഉണ്ട്. അത് നമ്മുടെ റിവേഴ്സ് അബു, ജഡായു, പിന്നെ അരവിന്ദൻ, ബോംബെക്കാരൻ. റിവേഴ്സ് അബു കോട്ടയം ശാസ്ത്ര റോഡിൽ പുറകോട്ട് നടക്കുന്ന ആളായിരുന്നു. അരവിന്ദൻ ജഡായു ശീമാട്ടിയുടെ അടുത്ത ഇടവഴിയിൽ കരിയോലി കുളിച്ചിരിക്കുന്നു. അരവിന്ദൻ ട്രാൻസ്ഫർ സ്റ്റാൻഡിലെ വേസ്റ്റ് കൂനയ്ക്കകത്ത് കിടക്കുമായിരുന്നു. അപ്പം ഞാനത് അവരെ പരിചയപ്പെടുന്നത്, ഞങ്ങളന്ന് അഭയഭവനിൽ ഈ വികാസ് പ്രയർ ഗ്രൂപ്പിൽ നിന്ന് ഷേവിങ്ങിന് പോകുമായിരുന്നു. ഈ ബേത്ലഹേം ടിവിയുടെ തോമച്ചനൊക്കെ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. അവിടെ ഞങ്ങൾ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുതിയതായിട്ട് 3 പേര് അവിടെ വരുന്നത്. 3 ആണുങ്ങൾ അവിടെ വന്നു. അപ്പം ഞങ്ങൾ ആണുങ്ങൾ ഷേവ് ചെയ്യുന്ന കാരണം ഇവരുമായിട്ട് സംസാരിച്ചു. അപ്പം തോമസേട്ടൻ ഇങ്ങനെ എന്ന് പറഞ്ഞ വ്യക്തി മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുനിന്ന് ഉണ്ട്. അദ്ദേഹമാണ് കോട്ടയത്ത് നിന്ന് വരെ പിടിച്ച് മെഡിക്കൽ കോളേജിലെ കുളത്തിൽ കൊണ്ടിട്ട് കുളിപ്പിച്ച് എല്ലാം കഴിഞ്ഞ് ഷേവ് ചെയ്ത് അവിടെ കൊണ്ടാക്കിയത്. അപ്പം ഞങ്ങൾ ആഴ്ചയിൽ അവിടെ ഷേവ് ചെയ്ത് 2-3 മാസം അവരവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു. പിന്നീടാണ് തോമസേട്ടനെ കാണാനായിട്ട് ഞാൻ വരുന്നത്. അപ്പോൾ അതിന് ശേഷമുള്ള കാര്യങ്ങളൊന്ന് പറയാമോ തോമസേട്ടൻ? അതിനുശേഷം ഇവരെ ആക്കാനായിട്ട് നമുക്കൊരു സ്ഥലം ഇല്ലാതെ വന്നപ്പോഴേ അന്നത്തെ എൻ്റെ കൂടെയുള്ളവർ അനീബ്, വെട്ടൂരെ വി സി ഇമ്മാനുൽ സാറ്, ക്രിസ്ത്യൻ ധ്യാനം നടന്ന ബിജു, അന്ന് സെക്കൻഡ് ഇയർ MBBS പഠിക്കുന്ന തോമസ് കെ, ഇപ്പോൾ ചെങ്ങന്നൂർ ഹോസ്പിറ്റലിലെ സർജനാണ്. അന്നത്തെ മനോജ് ചങ്ങനാശ്ശേരി ചക്കുപുരയ്ക്കൽ, പുള്ളി ഇപ്പോൾ അമേരിക്കയിലാണ്. അങ്ങനെ കുറേ മെഡിക്കൽ സ്റ്റുഡൻസൊക്കെ അന്നുണ്ടായിരുന്നു. ഊരാളിയച്ഛനുണ്ടായിരുന്നു. ആ കൂടെ അന്നേരം പോൾ മാത്യു, അങ്ങനെ കുറേ പേരൊക്കെ അങ്ങ് വന്നു കൂടി. അങ്ങനെ അപ്പോൾ അന്നത്തെ കാലത്തെ മെഡിക്കൽ കോളേജ് SH ലാബിൻ്റെ അവിടെ ഒരു PC ലോഡ്ജില്ലേ, ആ ലോഡ്ജിൻ്റെ അടുത്തൊരു മെഡിക്കൽ സ്റ്റുഡൻസ് താമസിക്കുന്ന റൂം ലോഡ്ജാണ്. അത് നമുക്ക് വാടകയ്ക്ക് തരാമെന്ന് പറഞ്ഞു. അതിനു മുമ്പ് നമ്മൾ മെറീന ലോഡ്ജിൽ ഒരു ഓഫീസ് മുറിയൊക്കെ എടുത്ത് ഉമ്മൻചാണ്ടി സാറൊക്കെ വന്നൊരു കാരണം. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം
എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇവരെ നമ്മൾ അവിടെ കൊണ്ട് താമസിപ്പിക്കുന്നു. ആ മുറിക്കിട്ട പേരാണ് നവജീവൻ. നവജീവൻ, അതായത് ഒരു ഗതിയില്ലാതെ ജീവനില്ലാതെ നടന്ന ആൾക്കാർക്ക് പുതിയ ജീവൻ കൊടുക്കുന്ന ഒരു ആ പേര് തന്നെ അതിൻ്റെ അകത്ത് അനർഥമാണ്. നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു 10,000-3000 ആൾക്കാരെ പുനരധിവസിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? കേരളത്തിലെ ഇതൊരു പ്രാഥമികമായിട്ട് അല്ലെങ്കിൽ ആദ്യമായിട്ട് തുടങ്ങിയൊരു കേരളത്തിൽ ആദ്യമായിട്ട് മാനസികരോട് ഏറ്റെടുക്കുന്നത് നമ്മളെല്ലാവരും കൂടെ. അതെ, അതാണ് നവജീവൻ. കേരളത്തിൽ ആദ്യമായിട്ട് പൊതിച്ചോറ് വിതരണം ആരംഭിച്ചത് നമ്മളെ കൂടെ. ഞാൻ പൊതിച്ചോറിൻ്റെ കാര്യം പറയാൻ വന്നത്. അപ്പം ഞാൻ തോമസേട്ടനെ പരിചയപ്പെടുത്തിയ സമയത്ത് പറഞ്ഞല്ലോ, ഒരു പഞ്ചസാര ചാക്ക് വിരിച്ച് കിടക്കുന്ന ഒരു ചെറിയ മുറിയിൽ നിന്ന് തോമസേട്ടനെ തുടങ്ങിയത് ഈ ഒരു വീട്ടിൽ നിന്ന്, ഇവരുടെ വീട്ടിൽ ഇത്രയും പേര് 7-8 അംഗങ്ങളുള്ള വീട്ടിൽ നിന്ന് ഒരു പൊതിച്ചോറ് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. കാരണം ഇവരുടെ വീട്ടിൽ മിക്കവാറും പഞ്ചസാരയില്ല, അല്ലെ ചായപ്പൊടിയില്ല, അത് രണ്ടുകൊണ്ട് പാലില്ല, ചോറാണേലും റേഷൻ മാത്രമേ ഉള്ള ഒരു സിറ്റുവേഷൻ. 25 രൂപ മറ്റാണ് തോമസേട്ടന് ശമ്പളം നൽകുന്നത് അല്ലേ? അത്ര ആ ശമ്പളത്തിൽ നിന്ന് ഇത്രയും കുടുംബത്തെ പോറ്റുകയും അതിൽ നിന്നൊരു പൊതിച്ചോറ് മെഡിക്കൽ കോളേജിൽ ഏറ്റവും അർഹരായിട്ടൊരാൾ കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കരുണയുടെ ഭാഗം. ഞാൻ വിചാരിക്കുന്നത്, ഞാൻ എൻ്റെയൊക്കെ സ്വഭാവം അല്ല, നമ്മുടെ സാധാരണ മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എല്ലാം കിട്ടിയിട്ട് കൊടുക്കാം. ഇപ്പം ഒന്നും തികയുന്നില്ല, ഇപ്പം നമുക്കൊന്നും ഇല്ല, നമുക്കിപ്പോൾ ഉള്ളതൊന്നും പോരാ, ഇനിയും കുറെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ആർക്കെങ്കിലും കൊടുക്കാം, അതാണ് നമ്മുടെ മനോഭാവം. പക്ഷെ തോമസേട്ടൻ്റെ മനോഭാവം അങ്ങനെയല്ലായിരുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് കൊടുക്കാൻ തുടങ്ങി. ആ കൊടുക്കാൻ തുടങ്ങിയതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ അധികമായിട്ട് പരിശുദ്ധാത്മാവ് വഴി പ്രവഹിച്ചു. അങ്ങനെ പ്രവഹിച്ചതിൻ്റെ ഒരു പേരാണ് ശരിക്കും പറഞ്ഞാൽ നവജീവൻ അല്ലേ? എന്നാ പറയുന്നത് തോമസേട്ടാ? രാവിലെ ഞങ്ങളുടെ ചായ കുടി മോഡേൺ ബെഡാണ്. മോഡേൺ ബെഡാണ്, വേറൊന്നുമില്ല. ലഡും ചായയുടെയൊക്കെ മോഡേൺ ബെഡുണ്ട്. ഞാൻ ആശുപത്രികളിൽ പോയി എല്ലാവരെയും കണ്ടു കേട്ടൊക്കെ വന്ന് ക്ഷീണിച്ച് പിള്ളേർ പള്ളിക്കൂടത്തിൽ നിന്ന് വരുന്ന ആ നേരം കണ്ട് ഒരു വൈകിട്ട് പാലും കൊണ്ടുവന്ന് ഒരു മോഡേൺ ബെഡ്. അതുകൊണ്ട് ഞങ്ങൾ ചായ അനത്തി വട്ടയിരുത്തി ഞങ്ങൾ കുടിക്കുമായിരുന്നു. ആ ചായ കുടി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ആശുപത്രിയിലോട്ട് പോകാൻ ചോറൊക്കെ എടുത്ത് അങ്ങനെ പോകും. അങ്ങനെ പോകുന്ന കാലത്ത് ഞാനും വിശന്നാണ് പോകുന്നത്. ഒരു ഷോർട്ട് കട്ട് വഴിയിലൂടെ നടന്നാണ് പോകുന്നത്. ആശുപത്രിയിൽ പോകുന്ന വഴി ക്യാൻസർ വാർഡിൻ്റെ താഴെ സിസ്റ്റർ ഡൊറോളസമ്മയും 2 സിസ്റ്റേഴ്സും താമസിക്കും. കുഞ്ഞ് മടമല്ല, മടം പോലെ ആയിരുന്നു. അപ്പോൾ പതിവായിട്ട് അതിലേ പോകുമ്പോൾ അവിടെ കയറും. അമ്മ വിശക്കുന്നുണ്ടെന്ന് പറയും. അപ്പം അമ്മ ഇച്ചിരി കഞ്ഞിയൊക്കെ തരും, ചിലപ്പോൾ മുട്ട പൊരിച്ചൊക്കെ തരും. അതൊക്കെ തിന്നുകൊണ്ടാണ് ഞാൻ ആശുപത്രിയിലോട്ട് പോകുന്നത്. അങ്ങനെ പോയച്ച് ഞാൻ പിന്നെ വരുന്ന ഏതെങ്കിലും ഒരു സമയം വരുന്നത്. പക്ഷെ അങ്ങനെ വരുമ്പം പിള്ളേരെല്ലാം ക്ഷീണിതരായിട്ട് കിടന്നുറങ്ങും. പിന്നെ ചെലയേക്കും, പിന്നെ അങ്ങനെ കിടക്കും. പിന്നെ ഈ മേലാത്ത കൊച്ചിനെ പകൽ കിടന്നുറങ്ങും, രാത്രി ഉറക്കയില്ലല്ലോ. പിന്നെ ഇങ്ങനെ മടി വെച്ചുകൊണ്ട് പിറ്റേ ചാരി ഇരുന്നാണ് ഉറങ്ങുന്നതെല്ലാം. ഞാൻ ഓർക്കുന്നുണ്ട് തോമസേട്ട, ഈ കൊച്ചിനെ എടുത്ത് കൈ വെച്ചുകൊണ്ട് തോമസേട്ട മുട്ടയെ കുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങളുടെ അന്നൊരു പ്രാവശ്യം കുടുംബ പ്രാർത്ഥന ഞാനും പങ്കെടുത്തായിരുന്നു. അപ്പം ഈ കുട്ടിയെ ജോബി എന്നല്ലായിരുന്നു അവൻ്റെ പേര്, സോബി, അവനെ കയ്യിൽ ഇങ്ങനെ എടുത്ത് പിടിച്ച് തോമസേട്ടൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും മുട്ടുകുത്തി ഞാൻ പിറ്റേ ചാരി ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞു. വെളുപ്പിനെ മെഡിക്കൽ കോളേജിനടുത്തുള്ള പള്ളിയിലെ കുർബാനയ്ക്ക് പോയി. 5:30 കുർബാന. അന്ന് മെഡിക്കൽ സ്റ്റുഡൻസ് ഒക്കെ. ആ കുർബാനയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ ഇറങ്ങി. അവിടെ ഒരു ഹോട്ടലുണ്ട്, മോഡേൺ ഹോട്ടൽ. ഞാനും ഇന്ന് അമേരിക്കയിലുള്ള മനോജ്, ഇപ്പോൾ ഡോക്ടർ തോമസ് ജെ, അതുപോലെ തന്നെ ചെത്തിപ്പുഴ ഹോസ്പിറ്റലിലെ സർജൻ ഡോക്ടർ ജോർജ് മാത്യു, ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിരുന്നു അവിടെ ഒരു ചായ കുടിക്കും. ഡോക്ടർ ജോയിൽ കാനഡയിലുള്ള. ഓരോ കാലിച്ചായ കുടിക്കും, കയറും പൈസ ആരെങ്കിലും കൊടുക്കും. ആ ചായ കുടിച്ച് പിരിയുന്നു. ആ ഒരു സൗഹൃദത്തിൽ അങ്ങനെ തുടങ്ങി. പിന്നെ കരിസ്മാറ്റിക്കിൻ്റെ ആരംഭകാലമൊക്കെ വന്നു. പിന്നെ നമ്മൾ മെഡിക്കൽ കോളേജ് പള്ളിയിലെ ധ്യാനമൊക്കെ വെച്ച് നാട്ടുകാർക്ക് സ്റ്റുഡൻസിനുമായിട്ട് അങ്ങനെ തുടങ്ങിയ ഒരു പ്രയർ ഗ്രൂപ്പൊക്കെ. അപ്പോൾ ആ ധ്യാനത്തിൻ്റെ അവസരത്തിൽ എൻ്റെ കയ്യിലൊന്നുമില്ല. ഞാൻ ആശുപത്രിയിലെ സ്റ്റാഫിനെ എല്ലാം വിളിച്ചു. ധ്യാനമുണ്ട് വരണം. എൻ്റെ കൂടെ ഉള്ളവർക്ക് ധ്യാനത്തിൻ്റെ കുറിച്ച് വലിയ വിവരമില്ല. ഉച്ചയ്ക്ക് നല്ല ഭക്ഷണം, ഞാൻ പറയും നല്ല ഭക്ഷണം ഉണ്ടെന്ന് ഉച്ചയ്ക്ക്, പക്ഷേ നമുക്ക് കൊടുക്കാനൊന്നുമില്ല, വീട്ടിലൊന്നുമില്ല. അങ്ങനെ ഇപ്പം അടുത്തുള്ള മഠത്തിൽ മദർ, ഇവിടുത്തെ നേഴ്സിംഗ് സൂപ്പറുണ്ട്. അപ്പം ഞാൻ വിളിച്ചത് പറഞ്ഞു, എനിക്ക് ഒരു കലം തരാമോ കടുങ്കാപ്പി ഉണ്ടാക്കാനായിട്ടൊന്നൊക്കെ തരാം. അപ്പം ധ്യാനത്തിന് വരുന്നത്. അപ്പം അമ്മ പറഞ്ഞു ഇവിടെയൊന്നും തരാനൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോന്നു. പള്ളിയുടെ വാതിക്ക് വന്ന് ഞാൻ മേലോട്ട് നോക്കി കരഞ്ഞു. കാരണം മനുഷ്യർ കാണാതിരിക്കുക. ഞാൻ കരഞ്ഞുകൊണ്ട് താഴത്തെ മഠത്തിലോട്ട് പോകാമെന്ന് എനിക്കൊരു പ്രചോദനം. അവിടെ ചെന്ന് അവിടുത്തെ മദറിനോട് പറഞ്ഞു, കരഞ്ഞുകൊണ്ട് ധ്യാനത്തിന് ആൾ വരും, ഒരു കാപ്പി ഉണ്ടാക്കണം. ദിവസമായിട്ടൊന്നും വിഷമിക്കേണ്ട, കാപ്പിയും കടി ഇവിടെ എത്തിക്കോളും. ഈ സിസ്റ്റർ എന്താണോ എന്നോടുള്ള ഇഷ്ടക്കുറവുണ്ടോ എന്തായാലും അവരച്ഛനോട് പറഞ്ഞു 12 പേരും പോലും വരികയില്ല, ധ്യാനം ക്യാൻസൽ ചെയ്തു. അച്ഛൻ എന്നോട് പറഞ്ഞു, തോമസ്
സിസ്റ്റർ പറഞ്ഞു 12 പേര് പോലും ധ്യാനം എന്ന് കാണിച്ചു. ഞാൻ പറഞ്ഞാൽ ഒരു ദിവസം ഒരു അവസരം തരാം, ഒരു ദിവസം. അദ്ദേഹം മെഡിക്കൽ എന്നാൽ ഒരു ദിവസം ആട്ടെന്നും പറഞ്ഞു. അന്ന് ഒരു 70-ലധികം ആളുകൾ പോകും. അന്ന് മഞ്ഞാക്കലച്ചൻ്റെ ധ്യാനം 160-ലധികം ആളുകൾ. താഴത്തെ മഠത്തിലെ മദറിൻ്റെ പേര് ഇസ്ബെല്ലാം, നല്ല കാപ്പിയും പെണ്ണാണ്. നമ്മുടെ ചാക്കോച്ചനങ്ങളും ഒക്കെ വന്നു. അത് വന്നപ്പം പിന്നെ നഞ്ഞാക്കലച്ചൻ പറഞ്ഞ് ആ പാവം തോമസിനൊന്നുമില്ല, കാപ്പിയുടെ കാശിലും കൊടുത്തേച്ച് വേണം എല്ലാവരും. അപ്പോൾ ഈ സിസ്റ്റർ അവരൊരു സ്നേഹക്കുറവൊന്നുമില്ല. എല്ലാവരും വന്നപ്പോൾ എന്നെ മാറി. സ്ത്രീകളെല്ലാം ആ സ്ഥലത്തൂടെ, പുരുഷന്മാരല്ല ഇതിലേ പോകും. പുള്ളി അങ്ങനെ നിയന്ത്രണമല്ല. എനിക്ക് സന്തോഷമാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഞാനും എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞ് തൻ്റെ കുറേ കാശൊക്കെ കിട്ടിയിട്ടുണ്ട്, അതൊക്കെ ഇങ്ങോട്ട് എനിക്ക് എൻ്റെ കണക്കറിയണം. ഞാൻ പറഞ്ഞു ഒരു നേഴ്സിംഗ് സൂപ്പറിനും കൂടെയാണ് മഠത്തിലെ മധുര. ഞാൻ പറഞ്ഞു എൻ്റെ ഒന്നുമില്ല, എൻ്റെ ചില്ലറ പൈസയെ കിട്ടിയിട്ടുള്ളൂ, ഒന്നുമില്ല. അതല്ല തൻ്റെ കാശ് കിട്ടിയിട്ടുണ്ട്. ഇവർക്ക് എന്നോടൊരു ഇഷ്ടപൂർവ്വം എന്തോ ഒരു വിരോധം. അതെല്ലാം ദൈവം ആഗ്രഹിച്ചിട്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, അത് കഴിഞ്ഞ് ഇവർ ഈ കാശ് അച്ഛൻ്റെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഈ കാശ് എൻ്റെ തരണ്ട, അത് പാവന്ന് കൊടുത്ത് വെച്ചാൽ മതി. പിന്നെ ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞു കുറച്ചുകൂടെയൊക്കെ കാശ് കിട്ടാനുണ്ടോ. പിറ്റേ ദിവസം പറഞ്ഞു ഞാൻ കാശെല്ലാം അങ്ങ് തന്നേക്കാം. ഞാൻ പറഞ്ഞു അയ്യോ വേണ്ട, അച്ഛൻ്റെ കൊടുക്കാം. അച്ഛൻ്റെ അടുത്ത് ഞാൻ നിങ്ങളോടല്ലേ പറഞ്ഞ് കാശ് കൊണ്ട് അവന് കൊടുത്തേക്കാം, കഞ്ഞി വെക്കാനില്ലാത്തവനെ കൊല്ലു. സാറിന് എന്നോട് പറഞ്ഞു ഇതൊന്ന് ഏക്കാവോ എന്ന് ചോദിച്ചു. അത് ഞാൻ ഏറ്റോളാവുന്നു. പക്ഷേ ആ സിസ്റ്ററിന് വേണ്ടി ഒത്തിരിയേറെ പ്രാർത്ഥിക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ യൂണിയൻകാരും അവരുമായിട്ട് വലിയ പ്രശ്നങ്ങളുണ്ടായ സിസ്റ്ററിന് പിന്നെ വലിയ അവിടെ ജോലി തുടരാൻ ബുദ്ധിമുട്ടായി. പിന്നെ അവിടെ നിന്ന് സ്ഥലം മാറിപ്പോവോ എങ്ങനെ ഏതാണ്ടൊക്കെ ചെയ്തു. അങ്ങനെ സിസ്റ്റർ അങ്ങോട്ട് പോയി. അതാണ് ആദ്യത്തെ ധ്യാനം. ആ ഇസ്ബില്ലാമ എന്ന് പറഞ്ഞ സിസ്റ്റർ കുടമാളൂർ ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ 2 വർഷം മുമ്പേ സ്നേഹബന്ധമായിരുന്നു. മരിച്ചുപോയി, മരിക്കാറായിപ്പോയി. ഞാൻ പോയി കാണുകയൊക്കെ ചെയ്തു. പിന്നെ ഞാൻ ഈ സിസ്റ്ററെ കാണുന്നത് ഓൾ ഇന്ത്യ സിസ്റ്റേഴ്സ് കോൺഫറൻസിൻ്റെ എറണാകുളത്ത് നടക്കുകയാണ്. അന്ന് പാലാട്ടി അച്ഛനുമൊക്കെ എന്നെ എന്നോട് ബോംബെയിൽ നിന്ന് വന്ന അച്ഛനുണ്ടല്ലോ കരിസ്മാറ്റിക്കാണ്. അപ്പം ഞാനും ഹേമലത, ചെറിയക് ജോസഫ് സാറ്, പിന്നെ നമ്മുടെ നെടുമ്പാശ്ശേരിയിലെ നമ്മുടെ ഡയറക്ടറായിരുന്നില്ലേ, പിന്നെ ഒരു പേര് മറന്നു, നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ ചുമതല വീര്യ കുര്യ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു 15 മിനിറ്റ് സാക്ഷി. അപ്പം അന്നാണ് അരവിന്ദനെക്കുറിച്ചൊരു വാർത്ത ഇംഗ്ലീഷ് പത്രത്തിൽ വളരെ. അപ്പോൾ 15 മിനിറ്റ് പിന്നെ എനിക്കൊരു 10 മിനിറ്റ് കൂടെയൊക്കെ തന്നായിരുന്നു. ഞാൻ നോക്കുമ്പോൾ സിസ്റ്റർ എന്നെ വിളിക്കണം. ഞാൻ പറഞ്ഞത് വലിയ അനുഭവമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ചെന്ന സിസ്റ്ററിനോട് ഞാൻ തന്നെ അങ്ങോട്ട് ക്ഷമയൊക്കെ പറഞ്ഞു. ഞാൻ സന്തോഷമായി. അങ്ങനെ ധ്യാനം തുടങ്ങിയതിന് പുറകെയാണ് പിന്നെ പ്രെയർ ഗ്രൂപ്പൊക്കെ തുടങ്ങുന്നത്. പിന്നെ അതിൻ്റെ പുറകെയാണ് കരിസ്മാറ്റിക് ധ്യാനം കോട്ടയത്ത് വരുന്നത്. എനിക്കാരെയും പരിചയമില്ല. ഞാൻ ഈ കൊച്ചുമായിട്ടിരിക്കുമ്പോൾ ഞാൻ ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവായ ഈശോയെ മാതാവേ അമ്മ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. അങ്ങനെ ഞാനൊരു രാത്രിയിൽ ഈ കൺവെൻഷന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യും. പക്ഷെ എൻ്റെ ഈ പൈസയും ഇല്ല. 1991 എന്നെ ആരോട്ട് അറിയത്തില്ല. പക്ഷെ ഞാൻ നമ്മുടെ കെ.ടി. തോമസ് സാറൊക്കെ ഉണ്ടായിരുന്നു, ദീപ്തി നഗരത്ത്. അങ്ങനെ ഇച്ചിരി പരിചയമുണ്ട്. അവിടെയൊക്കെ പോയി പത്രമെല്ലാം മേടിച്ച് പിണിക്കാരനകത്ത് കെട്ടി ബസ്സിൻ്റെ മുകളിൽ കയറ്റിയിട്ട് മെൻസോസിൻ്റെ അവിടെ വന്നിട്ട് ഞാൻ തന്നെ താഴിട്ട് വീട്ടിൽ കൊണ്ടുപോയി രാത്രി മുഴുവൻ അത് കീറി. അപ്പോൾ ഭാര്യ പറയുന്ന തലയ്ക്ക് വട്ട് കയറി ഉറക്കമില്ല. ഞാൻ കീറി മടക്കി കെട്ടി ഞാൻ കോട്ടയത്ത് പോകണം. അത് രാത്രി ഞാൻ സ്വപ്നം കണ്ടു. ഒത്തിരി ആളുകൾ ഇങ്ങനെ നിൽക്കുന്നു, ഇനി ഓരോ കഷ്ണം പത്രം കൊടുക്കാൻ. അത് പ്രത്യേകിച്ച് കണ്ടതെന്ന് വെച്ചാൽ ഞാനുമായിട്ട് പരിചയമുള്ള ഒരു പ്രദേശത്ത് വെള്ളം കിടക്കുന്ന മനുഷ്യർക്ക് ഇരിക്കാൻ സൗകര്യമില്ല. അന്ന് ഈ നാമ്പടത്തെ കൺവെൻഷൻ നടക്കുമ്പം അവിടെ ഞാൻ ആ കമ്മിറ്റിയിലുണ്ടായിരുന്നു, എൻ്റെ പ്രോഗ്രാം കമ്മിറ്റിയിൽ. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ മണ്ണ് പുതുതായിട്ടിട്ട് പൊക്കിയതാണ്. മഴ പെയ്ത് ആൾക്കാർക്ക് ഇരിക്കാനായിട്ടുള്ള സംവിധാനം ഇല്ലായിരുന്നു. എന്നുവെച്ചാൽ കസേരയൊന്നും ഇല്ല അന്നത്തെ കാലത്ത്. അപ്പോൾ പത്രം തോമസേട്ടൻ കൊണ്ടുവന്ന പത്രത്തിലാണ് അന്ന് കൺവെൻഷൻ വന്ന ആൾക്കാരെല്ലാം ഇരുന്നത്. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു അന്ന് അത് പത്രം കൊണ്ടുവന്നത്. എങ്ങനെയും എനിക്ക് കൺവെൻഷൻ ശുശ്രൂഷയാണ് ആഗ്രഹം. പക്ഷെ കൈ പൈസയില്ല, അറിയുന്നവരില്ല, പരിചയമില്ല, ഒന്നുമില്ല. അങ്ങനെ തുടങ്ങി വന്നപ്പോൾ ഉള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസത്തെ കാര്യങ്ങളും നമ്മൾ കരഞ്ഞ് ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആ കാര്യം നടത്തിത്തരാൻ, ആ കാര്യം അറിയാതെ ആരെങ്കിലും വരുമായിരുന്നു. ഞാൻ കോട്ടേഴ്സിൽ ജീവിച്ച കാലത്ത് ഇതിൽ വലിയൊരു അനുഭവം
എൻ്റെ മക്കള് സോണിയ മൂത്ത മോള് പറഞ്ഞു ഒരു രാത്രി, അപ്പം പള്ളിക്കൂടം തുറന്നല്ലോ, ഒരു 800 രൂപ വേണം, ബുക്കും ബാഗും എല്ലാം മേടിക്കും. ഞാൻ പറഞ്ഞു മോനെ പ്രാർത്ഥിക്കണം. ഞാൻ രാത്രി ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് കുർബാന കഴിഞ്ഞ് വന്നപ്പം നല്ല പ്രായമുള്ളൊരു ചേട്ടന് കുടയും പിടിച്ച് ഒരു കാലം കുടയും പിടിച്ചിട്ട് കോട്ടേഴ്സിലോട്ട് വന്നു. തോമസിൻ്റെ വീടാണ്. ഞാൻ പറഞ്ഞത് ഞാൻ ഏറ്റു. ഇപ്പം എങ്ങേർക്ക് കടിഞ്ചായ കൊടുക്കാൻ പറ്റും, ബാലു ഇല്ല വെച്ചാൽ ഇരിക്കാൻ പറഞ്ഞ് ഇരിക്കുന്നില്ല. ഞാൻ എന്നെ ഒന്ന് കാണാമോ, എൻ്റെ പിള്ളേർ പഠിത്തത്തിന് വേണ്ടി ഇത്തിരി പൈസ തരാം. 10 രൂപ നോട്ട് 1000-ൻ്റെ ഒരു കെട്ട എൻ്റെ തന്നു. പുള്ളി പോവുകയും ചെയ്തു. പിന്നെ പുള്ളി വന്നിട്ടുമില്ല. അങ്ങനെ ദാനിയേലിന് സിംഹക്കുഴിയിൽ ഭക്ഷണം കൊടുത്തതുപോലെ. അങ്ങനെ ആ ദിവസങ്ങളിൽ കൂടെയൊക്കെ പോന്നു. അങ്ങനെ വചനം തുടങ്ങിയപ്പം എന്നെക്കാളും അറിവും സാമ്പത്തികവും വിദ്യാഭ്യാസവും പ്രാർത്ഥനയുള്ള ആളുകളെല്ലാം ഈശോ കൂട്ടിച്ചേർത്ത് അനീവ്, റെജിമോന്, മാത്തുച്ചേട്ടന്, അതുപോലെ എല്ലാവരും വന്നപ്പോൾ ഒരു കൂട്ടായ ശുശ്രൂഷ അവിടെ മണിമല അങ്കിള്, അങ്ങനെ ഒത്തിരി പേര്. അങ്ങനെ ആ ശുശ്രൂഷ ആരംഭിച്ചപ്പോഴും എവിടുന്നേലും അരിയും വാഴക്കൊലയും എല്ലാം വരുമായിരുന്നു. ഒരു ദിവസം അരിയില്ലാഞ്ഞപ്പോൾ ഞാനിങ്ങനെ മുറ്റത്ത് പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഒരാൾ കൊണ്ടുവന്ന് നല്ല ഒരു ചാക്ക് അരി ഇങ്ങനെ തരിക, വീട് കട്ടപ്പനയാണ്. തോസേട്ട ആ സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. അത് നമ്മൾ തോസേട്ടൻ പ്രാർത്ഥിച്ച് വെള്ളം വെച്ചോളാൻ പറഞ്ഞു ഇല്ലേ? വെള്ളം തിളച്ച് കിടക്കുന്ന സമയത്താണ് അരിയായിട്ട് ആൾ വരുന്നത് ഇല്ലേ? നമുക്ക് അത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. ഞാനതുപോലെ വേറെ കാര്യമായിരുന്നു. ഈ അവിടെ നമ്മൾ ആ മുടിയൂർക്കരയിലെ ചെറിയ റൂമിൻ്റെ അകത്ത് അവിടെ അരി വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒരു തലച്ചുമടായിട്ട് കുറുപ്പന്തറ എന്നാണോ കല്ലറ എന്നാണോ ഒരു ഭാര്യയും ഭർത്താവും കൂടെ അവിടെ വന്നായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ അവർ കൊയ്തതിൻ്റെ പദം കിട്ടിയ നെല്ലാണ്. അതവർ കുത്തി അരിയാക്കി. ആ അരി തലച്ചവണായിട്ട് അവിടെ നിന്ന് ബസ്സില്ല, അവർക്ക് ബസ് കൊടുക്കാൻ പൈസ വണ്ടിക്കൂലിയില്ല. അത് നവജീവനിൽ കൊണ്ടുവന്ന് തന്ന് അവരുടെ മോൻ മെഡിക്കൽ കോളേജിൽ കിടന്നപ്പോൾ നമ്മൾ ചോറ് കൊടുത്തതിൻ്റെ നന്ദി അവർ മരിച്ചതിൻ്റെ 1 വർഷത്തിന് കൊണ്ടുവന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്. ആ ഇട തന്നെയാണ് കൈപ്പഴ ഭാഗത്തു നിന്ന് ഒരു അമ്മച്ചി നടന്നു വന്നു. 17 കോഴിമുട്ടയും കൊണ്ടാണ് വരുന്നത്. ആ അമ്മച്ചി നടന്നു വരിക, വണ്ടിക്കൂലിക്ക് കാശില്ല. കോഴി തങ്ങളിൽ കൊത്തുണ്ടാക്കുന്നു. അപ്പോഴേ ഈ പ്രാവശ്യം ഇടുന്ന മുട്ട മുഴുവൻ ഞാൻ നവജീവിന് കൊടുത്തേക്കാവുന്ന നേർച്ചയാണ്. കോഴിയുടെ കൊത്തും മാറിപ്പോയി. അങ്ങനെ അമ്മച്ചി കൈപ്പഴ ഭാഗത്തുനിന്ന് 17 മുട്ട തുണിക്കകത്ത് പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട് വന്നു ഓർക്കുന്നുണ്ട്. ഈ നമ്മുടെ ഈ നവജീവന്റെ ആരംഭകാലത്തെ തീർത്തും പൈസ ഇല്ലാത്ത, സാമ്പത്തികം ഇല്ലാത്ത ഒത്തിരി പേര് ആദ്യം സഹായിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അതാണ് ഒരു ഭയങ്കര അതിശയം. പിന്നെ കറി വെക്കാനില്ലാഞ്ഞപ്പോൾ മഴയ്ക്കുമ്പോൾ കുറേ ആൾ പുള്ളിയുടെ വാഴ ചെരിഞ്ഞു പോയിട്ട് കറിക്കാ തന്നെ കൊണ്ടെത്തുന്നു. അങ്ങനെ ഓരോ ദിവസവും ദൈവം വളരെ എന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ ശംഖ് പൊട്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. പിള്ളേരെയും കുടുംബത്തെ ഓർത്തല്ല. കാരണം നമ്മുടെ മറ്റ് സാഹചര്യങ്ങളും ഒന്നുമില്ല, യാതൊന്നുമില്ല. ഞങ്ങൾക്ക് ആരും ഒന്നും തരാനും ഒന്നും തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പം അതിഭയങ്കരമായ ഒരു കരച്ചിലിൻ്റെ പ്രാർത്ഥനയുടെ ഒരു കാലഘട്ടമായിരുന്നു അത്. മെഡിക്കൽ കോളേജിൻ്റെ മുണ്ടിയക്കരപ്പള്ളിയുടെ ചാപ്പൽ, അതിൽ വലിയ വലിയ അനുഭവങ്ങളും പിന്നീട് അങ്ങോട്ടൊന്നും ഉണ്ടാവുകയായിരുന്നു. ഞാൻ രാത്രിയിലെ ഉറങ്ങിക്കിടന്ന രാത്രി പല സ്വപ്നങ്ങളും കാണാനിടയായി. അത് എനിക്ക് പകലത് സത്യമായിട്ട് കാണാൻ തോന്നി. ഒരു രാത്രി ഞാൻ കണ്ട് ഒരു ചുമല പ്രകാശം എൻ്റെ വീടിനകത്തോട്ട് വന്ന് ഞാൻ ഉരുണ്ടുരുണ്ട് വരിക. അതിൻ്റെ മുകളിലോട്ട് ഒരു പച്ചപ്രകാശം ഉരുണ്ടുരുണ്ട് വന്നു. അതിൻ്റെ മുകളിലോട്ട് വയലറ്റ് കളറിൻ്റെ ഒരു പ്രകാശം ഈ ആകാശത്ത് അമിട്ടുവിട്ട നക്ഷത്രം ഇതിങ്ങനെ ഉരുണ്ട് വന്ന് ഈ പുക രണ്ടും മൂടിക്കഴിഞ്ഞത് ഈ പുക ഇങ്ങനെ പിളരുക. ഇങ്ങനെ അങ്ങ് പിളർന്നു കഴിയുമ്പം ഈ പരവതാനിയ അങ്ങേയറ്റം കാണത്തില്ല. ഇങ്ങനെ തിരുമേനിമാരിങ്ങനെ 2 സൈഡിലും കസേരയിലിരിക്കുക. ഏറ്റവും ഇങ്ങേറ്റിരിക്കുന്ന ആൾ എന്നെ തിരിഞ്ഞു നോക്കി. വേറെ ഒന്നും കിട്ടുന്നില്ല. കുറേ നേരം കണ്ട് പിയാനായുടെ സ്വരത്തിലുള്ള പാട്ടാണ് കേൾക്കുന്നത്. കുറേ നേരം കഴിഞ്ഞ് ഞാനങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ എവിടെ പോയപ്പോൾ ഒരു കബളിക്കകത്ത് തിരുമേനിയുടെ പടം കണ്ടു. പരുമല തിരുമേനിയാണ്. പിന്നെ ഞാൻ പരുമല പോയി, പിള്ളേരുമായിട്ട് പോയി. അവിടെ പോയി കവറങ്ക പോയി തിരി കത്തിച്ച് പ്രാർത്ഥിക്കുകയും പോയി. അപ്പം അങ്ങനെയുള്ള പല ഈ രാത്രി കാണുന്ന പല സംഭവങ്ങളും പകല് നടക്കുന്നതായിട്ട് ഇങ്ങനെ കാണാനായിട്ടൊരു സാഹചര്യമുണ്ട്. ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. ഞാൻ നവജീവനി വന്നിട്ട് 25 വർഷം കഴിഞ്ഞ് ഞങ്ങൾ കുടുംബത്തോടെ ഇവിടെയുണ്ട്. ഞങ്ങൾ 25 വർഷം മുമ്പ് ഞാൻ ആദ്യമായി നവജീവനെ പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു.
അമ്മ ആശുപത്രി കിടക്കുമ്പം 16-ാം വാർഡിൻ്റെ മുകളിൽ അവിടെ നിന്നുകൊണ്ട് താഴോട്ട് നോക്കുമ്പം ഊരാളിയച്ചനും കുറച്ച് ആൾക്കാരും നിന്ന് ചോറ് വിളമ്പി കൊടുക്കുന്നതാണ് ഞാൻ ആദ്യമായി കാണുന്നത്. അങ്ങനെ അത് അന്വേഷിച്ചപ്പോഴാണ് നവജീവനാണ് ഈ ചോറ് കൊടുക്കുന്നതെന്ന് അറിയുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ നാൾ കഴിഞ്ഞാണ് ഈ നവജീവന് വരാൻ സാധിച്ചത്. ഞങ്ങളുടെ അവിടെ നിന്നൊരു ചേച്ചി ഈ നവജീവൻ എന്നെ കൊണ്ടുവന്ന പച്ചക്കറി അരിയാന്നും പറഞ്ഞ് കൊണ്ടുവന്നാണ്. അങ്ങനെയാണ് ഞാൻ ഈ നവജീവന് വന്നത്. നവജീവന് വന്നപ്പം ആദ്യമായിട്ട് ഇവിടെ പ്രാർത്ഥന നടക്കുന്ന സമയത്ത്, അന്ന് ഒരു ദാരിദ്ര്യത്തിൻ്റെ കാലമായിരുന്നു. ഇതുപോലെയൊന്നും പിള്ളേർ നല്ല ഉടുപ്പിട്ടുകൊണ്ടൊന്നും അല്ലായിരുന്നു. അന്ന് മുടിയൊക്കെ വളർന്ന് നല്ല ഉടുപ്പൊന്നും ഇല്ലാതെ ഈ പള്ളിക്കകത്ത് പിള്ളേർ നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ആദ്യം ഉണ്ടായ എൻ്റെ അനുഭവം, എൻ്റെ കണ്ണിൽ നിന്ന് ധാരധാരിയായി കണ്ണുനീര് പോകുമായിരുന്നു. ഞാൻ അറിയാതെ ഞാൻ കരഞ്ഞു പോകുമായിരുന്നു. കാരണം ഞാൻ ഓർത്തു, അയ്യോ ഇങ്ങനൊരു ലോകമുണ്ടോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ നല്ലപ്പോഴാണ് ഇങ്ങനെ ഒരു ലോകം കാണുന്നത്, ഇതുപോലൊരു സ്ഥാപനത്തിൽ വരുന്നത് നല്ലപ്പോഴാണ്. അപ്പം എനിക്ക് തോന്നി ഞാനൊക്കെ എത്ര സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. അപ്പം ഇതുപോലുള്ള മനുഷ്യരുണ്ടല്ലോ. ഇനിയുള്ള കാലം എനിക്ക് ഈ അനാഥ മക്കൾക്ക് വേണ്ടി ഈ ശുശ്രൂഷ ചെയ്യണമെന്ന് അന്ന് എൻ്റെ ഹൃദയത്തിൽ കോറിയിട്ടതാണ്. പക്ഷേ അന്നൊന്നും ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞാണ് ഞങ്ങൾ ഈ നവജീവനിൽ, ഞങ്ങൾക്ക് 2 ഇരട്ട പിള്ളേരുണ്ടായിരുന്നു. ആ പിള്ളേരുടെ ബർത്ത്ഡേ ആണ് ഇവിടെ ആദ്യം വെച്ചത്. അങ്ങനെയാണ് ഞങ്ങൾ നവജീവൻ, ഞാനും തമ്മിച്ചായനും ഇവിടെ വന്നത്. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ എല്ലാവരുടെയും സ്നേഹം, ഈ പിള്ളേരുടെ സ്നേഹമൊക്കെ കണ്ടപ്പോൾ നമുക്ക് ലോകത്തിൽ കിട്ടാത്ത സ്നേഹമാണ് ഈ മക്കളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഒരു ഭാര്യയ്ക്കോ ഒരു ഭർത്താവിനോ ഒരു അമ്മയ്ക്കോ മക്കൾക്കോ തരാൻ പറ്റാത്തതിൽ അധികമായ സ്നേഹമാണ് ഈ കുഞ്ഞുങ്ങളെ സ്നേഹിക്കും നമുക്ക് കിട്ടുന്നത്. അവരെ നമ്മൾ മക്കളെന്നാണ് വിളിക്കുന്നത്. മാനസിക രോഗികളായ മക്കള്, അവരെ മക്കളെന്നാണ് വിളിക്കുന്നത്. അപ്പം അവരുടെ സ്നേഹം ഞങ്ങളെ ഇവിടെ പിടിച്ചു നിർത്താൻ സാധിച്ചു. 1-2 അനുഭവങ്ങൾ ഉണ്ടായത്, ഞങ്ങൾ ഇവിടുന്ന് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അഹമ്മദാബാദിന് മോടേരിക്ക് പോയി. 40 അമ്മച്ചി എന്ന് പറഞ്ഞൊരു അമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്നു. അമ്മച്ചി തീരെ സുഖമില്ലാതെ കിടക്കുമായിരുന്നു. അപ്പം അമ്മച്ചി ഈ വിട്ടുപോയിട്ട് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. എപ്പോഴും ഞങ്ങൾ വലിയ സന്തോഷവും സ്നേഹവും ഒക്കെ ആയിട്ടായിരുന്നു. അമ്മച്ചിയോട് യാത്ര പറഞ്ഞപ്പോഴത്തേക്ക് അമ്മച്ചിയോട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ ഒരുപാട് സങ്കടപ്പെട്ടാണ് ഞാൻ അന്ന് ഇവിടുന്ന് പോയത്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ അമ്മച്ചി മരിച്ചുപോയി. അങ്ങനെ ഒരു വലിയ സങ്കടകരമായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുന്ന മാനസിക രോഗികൾ മക്കൾ ആദ്യമേ, നമ്മൾ പണ്ടൊക്കെ വഴിയരികിൽ നിന്നാണല്ലോ ഇവരെ പിടിച്ചുകൊണ്ട് വരുന്നത്. ഒരു രാത്രിയിൽ പോലീസുകാരിവിടെ കൊണ്ടുവന്ന് ഒരു ഹിന്ദിക്കാരി പെണ്ണ്, നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ഒരു ഹിന്ദിക്കാരി, അവളെ കാണാൻ നല്ല സുന്ദരിയായിരുന്നു. ഇവിടെ വന്നപ്പോൾ അവളിങ്ങനെ പരിഭ്രമിച്ച് നിൽക്കുകയാണ്, എല്ലാവരെയും ഇങ്ങനെ അടുപ്പിക്കാതെ നിൽക്കുകയായിരുന്നു. അപ്പം ഞാൻ അവളെ വിളിച്ച് ഇവിടെ അന്ന് ഈ ബാത്റൂമിൽ കൊണ്ടുപോയി അവളെ അനുനയപ്പെടുത്തി കുളിപ്പിച്ച്, മുടിയെല്ലാം കട്ട പിടിച്ച് ചെളിയെല്ലാം പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പം ആ മുടിയെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അവളെ കുളിപ്പിച്ച് കൊണ്ടുവന്നപ്പോൾ തന്നെ ആള് മാറിപ്പോയി. അവളെ കണ്ടറിയല, അതുപോലെ അവള് മാറിപ്പോയി. അതുപോലെ ഈ ചെളിക്കകത്തൊക്കെ കടന്ന് വന്നതായിരുന്നു. അത് കഴിഞ്ഞ് അവൾ വളരെ ശാന്തയായി. അങ്ങനെ ഒരു നല്ല നല്ല ഓർമ്മകളൊക്കെ ഉണ്ട്. അന്ന് സെല്ലിലൊരു ലിസിമോൾ ഉണ്ടായിരുന്നു. ആ ലിസിമോൾ പറയും, ആൻറ്റി വെളിയിൽ പോയി വരുമ്പം പരിപ്പുവട കൊണ്ടുവരണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ പറയും, ഇത്രയും പേർക്ക് എങ്ങനെ മോനെ കൊണ്ടുവരുന്നത്, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, ഈശോ നമുക്ക് തരുമെന്ന് പറയും. അങ്ങനെ ഒരു 2-3 ദിവസത്തിനകം ഈ പരിപ്പുവട ഇവിടെ വരുവാ ചെയ്യുന്നത്. ആരെങ്കിലും സ്പോൺസർ ചെയ്യും. അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു അനുഭവമാണ്. തമ്പുരാൻ ഈ നവജീവനെ നയിക്കുന്ന ഇത്രയും ഭംഗിയായിട്ട് ഓരോ മക്കളുടെ ആഗ്രഹം അനുസരിച്ച് ദൈവം നയിക്കുന്നതിനെ ഓർക്കുമ്പം അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലെ വലിയ അനുഭവമാണ്. അന്ന് പ്രേക്ഷിത ശുശ്രൂഷ പരിശീലന ധ്യാനം കഴിഞ്ഞാണ് ഇവിടെ ആളെ നിർത്തുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എല്ലാവരോടും പ്രാർത്ഥനയ്ക്ക് ചോദിക്കും, എത്ര നാളാണ് തുടരാൻ ആഗ്രഹിക്കുന്നത്? അപ്പം എല്ലാവരും പറയും 6 മാസം, 1 വർഷം, 3 മാസം എന്നൊക്കെ പറയും. അങ്ങനെ എൻ്റെ അരികെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ജീവിതകാലം മുഴുവൻ ഇവിടെ നിൽക്കാനാണ് എൻ്റെ ആഗ്രഹമെന്ന്. അത് ഞാനിപ്പോൾ ഓർക്കും. അത് ദൈവം, എൻ്റെ ആ സ്വരം ദൈവം ഏറ്റെടുത്തതാണെന്ന് എനിക്ക് വിശ്വാസം. കാരണം ഇത്രയും കാലം എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയത് ദൈവത്തിൻ്റെ അനന്തമായ കൃപ മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്.